ഗോഡ്സില്ല ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ 4ാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ കോമിക്കിന്റെ ആദ്യത്തെ ഇഷ്യൂസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക. ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. പിന്നെ ഇതൊരു ഓൺഗോയിങ് കോമിക്കാണ്. ഒരുപാട് പേര് വേഗം അടുത്ത ഇഷ്യൂസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അടുത്ത ഇഷ്യൂ ഇറങ്ങാതെ എനിക്ക് എന്തായാലും ഈ കോമിക്കിന്റെ ബാക്കി ചെയ്യുവാൻ സാധിക്കില്ല. സോ ലാഗ് ഒക്കെ ഉണ്ടാകും. എന്നാലും അടുത്ത ഇഷ്യൂ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഗോഡ്സിലെ നെഗറ്റീവ് സോണിലേക്ക് അയക്കാൻ ശ്രമിച്ച ദ ഫാന്റാസ്റ്റിക് ഫോറും ക്യാപ്റ്റൻ അമേരിക്കയും ഗോഡ്സിലയുടെ അപ്രതീക്ഷിതമായ ആക്രമണം കാരണം ഇപ്പോൾ അതേ നെഗറ്റീവ് സോണിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അവര് മാത്രമല്ല, അവരോടൊപ്പം മോൾമാനും അവിടെയുണ്ട്. നെഗറ്റീവ് സോണിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണമെന്ന ചിന്തയിലാണ് റീഡ് റിച്ചാർഡ്സ് അഥവാ മിസ്റ്റർ ഫാന്റാസ്റ്റിക്. അപ്പോഴാണ് ഫ്യൂച്ചറിൽ നിന്ന് ജോണി സ്റ്റോം അഥവാ ഹ്യൂമൻ ടോർച്ച് അയച്ച ദ ഫാന്റാസ്റ്റിക് ഫോറിന്റെ കമ്പാനിയനായ ഹെർബി അവരുടെ പക്കലേക്ക് എത്തുന്നത്. ഹെർബി വന്നത് ഹ്യൂമൻ ടോർച്ചിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട മെസ്സേജുമായിട്ടാണ്. ആ മെസ്സേജ് മറ്റാരെയും പറ്റിയല്ല, അത് സാക്ഷാൽ കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഗോഡ്സിലയെ പറ്റിയാണ്. പ്രസന്റ് ഡേയിലെ വക്കാണ്ടയിൽ എർത്തിലെ മൈറ്റിയസ്റ്റ് ഹീറോസ് ആയ അവഞ്ചേഴ്സും എക്സ്മെനും ബ്ലാക്ക് പാന്തറിനോടൊപ്പം വക്കാണ്ടയിൽ ഒത്തുകൂടി. ബ്ലാക്ക് പാന്തറിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഗോഡ്സില്ല വക്കാണ്ടയെ ലക്ഷ്യമാക്കി വന്നോണ്ടിരിക്കുകയാണ്. ഗോഡ്സില്ല ഏത് നിമിഷവും വക്കാണ്ടയിലേക്ക് എത്തിയേക്കാം. കടലിലൂടെ സഞ്ചരിക്കുന്ന ഗോഡ്സിലയും നെമോറിന്റെ അറ്റ്ലാന്റിസ് ആർമിയും തമ്മിൽ ഒരു വലിയ യുദ്ധം തന്നെ നടന്നിട്ടുണ്ടാകാം. കാരണം കടലിനടിയിൽ ഒരുപാട് വട്ടം ഭൂകമ്പം ഉണ്ടായതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ട് എന്നൊക്കെ ബ്ലാക്ക് പാന്തർ മറ്റ് സൂപ്പർ ഹീറോസിനോട് പറയുന്നു. അവഞ്ചേഴ്സും എക്സ്മെനും പരസ്പരം കൈകൊടുത്ത് പരിചയപ്പെടാൻ തുടങ്ങി. എക്സ്മെൻ എന്ന ടീമിലെ മെമ്പറായ മാജിക് തന്റെ സ്റ്റെപ്പിംഗ് ഡിസ്ക് ഉപയോഗിച്ച് ഗോഡ്സിലയെ അപ്രത്യക്ഷനാക്കാൻ ശ്രമിച്ചെങ്കിലും ഗോഡ്സില കടലിലേക്ക് പോയതോടെ തന്റെ ശ്രമം പരാജയപ്പെട്ടെന്ന് അവൾ പറയുന്നു. മാജിക്കിന്റെ മാത്രമല്ല, അവഞ്ചേഴ്സും എക്സ്മെനും എല്ലാവരും ഗോഡ്സിലയോട് പോരാടാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പരാജയം മാത്രമായിരുന്നു ഫലം. എന്തായാലും ആ പോരാട്ടങ്ങളിൽ നിന്നെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. അതെ, ഗോഡ്സില എന്ന ബീസ്റ്റിന്റെ വീക്ക്നെസ് എന്താണെന്ന്. ഗോഡ്സിലയുടെ വീക്ക്നെസ് മോൾമാന്റെ വൈബ്രേനിയം സ്റ്റാഫ് ആണ്. സോ ആ ഒരു നോളജ് വെച്ച് വൈബ്രേനിയം അലോയ്സ് കൊണ്ട് ബ്ലാക്ക് പാന്തർ ഗോഡ്സിലയോട് പോരാടാൻ ഒരു പടുകൂറ്റൻ റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നു. മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ മാർക്ക് എ എന്നാണ് ആ റോബോട്ടിന് ഇട്ടേക്കുന്ന പേര്. ആ റോബോട്ടിന്റെ പ്രത്യേകത എന്തെന്നാൽ ഒരൊറ്റയാള് മാത്രമല്ല ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ അവഞ്ചേഴ്സും എക്സ്മെനും ഒരുമിച്ചാകും മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ മാർക്ക് എ എന്ന റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഇനിയാണ് നമ്മൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച പോരാട്ടം നടക്കാൻ പോകുന്നത്. അതെ, ഗോഡ്സിലയും ഹൾക്കും തമ്മിലുള്ള പോരാട്ടം. വക്കാണ്ടയിലേക്കുള്ള ഗോഡ്സിലയുടെ വരവ് കണ്ടതും ജയന്റ് മാന്റെ ടെക്നോളജി ആയ പിം പാർട്ടിക്കിൾസ് തന്റെ ദേഹത്തേക്ക് കുത്തിവെച്ചതും ബ്രൂസ് ബാനർ പെട്ടെന്ന് തന്നെ ഹൾക്കായിട്ട് മാറി. അതും നമ്മൾ സാധാരണ കാണുന്ന ഹൾക്കല്ല, ഒരു ടൈറ്റന്റെ അത്ര വലിപ്പമുള്ള ഹൾക്കിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒട്ടും താമസിയാതെ ഹൾക്കും ഗോഡ്സിലയും തമ്മിൽ പോരാടാൻ തയ്യാറായി. ഹൾക്കിന്റെ ഒരൊറ്റ പഞ്ചിൽ ഗോഡ്സില പുറകോട്ടൊന്നാഞ്ഞെങ്കിലും ഗോഡ്സിലയുടെ അപ്രതീക്ഷിതമായ വാല് കൊണ്ടുള്ള അടിയേറ്റ ഹൾക്ക് നിലത്തേക്ക് വീണു. ഹൾക്കിന് നല്ല പരിക്ക് പറ്റിയെങ്കിലും ആ ഗാമ ബ്ലഡ് ഒക്കെ തുടച്ചിട്ട് വൈബ്രേനിയത്താൽ നിർമ്മിതമായ ഭീമാകാരമായ ചുറ്റിക എടുത്ത് ഗോഡ്സിലയുടെ ഫേസിലേക്ക് ഒരൊറ്റയടി. ഹൾക്കിന്റെ ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ ഗോഡ്സിലയുടെ ഫേസിൽ നിന്ന് ചോര പോവുകയും ഗോഡ്സില മറ്റൊരു ഭാഗത്തേക്ക് തെറിച്ചു വീഴുകയുമാണ്. ആ സമയത്തും ഹൾക്ക് സാക്ഷാൽ ഗോഡ് ഓഫ് തണ്ടറായ തോറിനെ കളിയാക്കുന്നുണ്ട്. അതായത് ആ പ്യൂണി സ്റ്റുപ്പിഡ് തോറിന്റെ ഹാമർ പോലെ ഇപ്പോ എനിക്കും ഒരു ഹാമർ ഉണ്ടെന്ന്. പെട്ടെന്ന് തന്നെ ഹൾക്ക് തന്റെ ഹാമർ മാറ്റിയിട്ട് ഭീമാകാരമായ തന്റെ ആക്സ് എടുത്ത് ഗോഡ്സിലയുടെ വാല് മുറിച്ചു കളയാൻ തയ്യാറായതും അതേ വാൽ ഉപയോഗിച്ച് തന്നെ ഗോഡ്സില ഹൾക്കിനെ അടിച്ച് നിലത്തേക്ക് വീഴ്ത്തുന്നു. ഗോഡ്സിലയും ഹൾക്കും തമ്മിലുള്ള പോരാട്ടം മുറുകുമ്പോൾ ബ്ലാക്ക് പാന്തർ സൈക്ലോപ്സിനെ കൂട്ടിക്കൊണ്ട് കണ്ടാൽ സെല്ല് പോലെ തോന്നിപ്പിക്കുന്ന ഒരു റൂമിലേക്ക് പോകുന്നു. സൈക്ലോപ്സിന്റെ വൈസർ നിർമ്മിച്ച റൂബി കോഡ്സ് എന്ന ക്രിസ്റ്റൽ ഉപയോഗിച്ചാണ് ആ റൂം മൊത്തത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. ആ കാരണം കൊണ്ട് തന്നെ തന്റെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ഒപ്റ്റിക് ബ്ലാസ്റ്റ് ചുറ്റുമുള്ളതിനെ ഒന്നും നശിപ്പിക്കുമെന്ന് പേടിക്കാതെ സൈക്ലോപ്സ് തന്റെ വൈസർ ഊരി മാറ്റുന്നു. ഗോഡ്സിലയുടെ ഗർജനം ഒരു ഇടിമുഴക്കം പോലെ ഹൾക്കിന്റെ ചെവിയിലേക്ക് തുളച്ചു കയറിയെങ്കിലും അതൊന്നും വകവെക്കാതെ ഗോഡ്സിലെ പൊക്കിയെടുത്ത ഹൾക്ക് തന്റെ ആക്സിന്റെ മുകളിലേക്ക് വലിച്ചൊറ്റയടി. ഗോഡ്സിലയുടെ ദേഹത്ത് ഹൾക്കിന്റെ ആക്സ് തറച്ചിരിക്കുകയാണ്. മാത്രമല്ല ഗോഡ്സിലയുടെ ദേഹത്ത് നിന്ന് നല്ല ചോരയും വന്നിട്ടുണ്ട്. എന്നിട്ടും ഹൾക്ക്
ഹൾക്ക് വെറുതെ വിട്ടില്ല. ഗോഡ്സിലയുടെ നെഞ്ചത്തേക്ക് ഹൾക്ക് എടുത്തൊരൊറ്റ ചാട്ടം. അതോടെ ഗോഡ്സിലയുടെ ദേഹത്ത് കൊണ്ടുകയറിയ ആക്സ് വീണ്ടും ആഴ്ന്നിറങ്ങി ഗോഡ്സിലയ്ക്ക് നല്ല പോലെ വേദനിച്ചു. അത്തരം ഒരു ആക്രമണം ഒരുപക്ഷെ സാധാരണ ഒരു കൈജുവിനെ ഇല്ലാതാക്കിയേനെ. എന്നാൽ ഗോഡ്സില ഒരു സാധാരണ കൈജു അല്ലല്ലോ. ഗോഡ്സില്ല എന്ന കൈജു കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് ആണ്. ഗോഡ്സില്ല ഹൾക്കിന്റെ ഇടത്തെ കാല് തോർത്ത് പിടിയുന്നത് പോലെ പിടിഞ്ഞിട്ട് ഹൾക്കിനെ മലർത്തി അടിക്കുന്നു. ഗോഡ്സില്ലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഹൾക്ക് ഗോഡ്സില്ലയുടെ കയ്യില് ഒരൊറ്റക്കടി. കടി കൊണ്ട ഗോഡ്സില്ല വെറുതെ ഇരിക്കുമോ? കൊടുത്തു ഹൾക്കിന്റെ വയറ്റിൽ ഒരു കടി. പെട്ടെന്നാണ് ഹൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചത്. പേടി എന്നൊരു കാര്യം പുറത്തു കാണിക്കാത്ത ഹൾക്ക് ഈ പ്രാവശ്യം നന്നായിട്ടൊന്ന് പേടിച്ചു. കാരണം ഗോഡ്സില്ല തന്റെ ശക്തമായ അറ്റോമിക് ബ്രത്ത് പ്രയോഗിക്കാൻ പോവുകയാണ്. ഹൾക്കിന്റെ വയറ്റിൽ എവിടെയാണോ ഗോഡ്സില്ല കടിച്ചത് അതേ ഭാഗത്ത് തന്നെ ഗോഡ്സില്ല തന്റെ അറ്റോമിക് ബ്രത്ത് പ്രയോഗിക്കുന്നു. ഇവിടെ ഹൾക്കിനെ ശ്രദ്ധിച്ചു നോക്കിയാല് ഹൾക്കിന്റെ അസ്ഥികൂടം വരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, ഗോഡ്സില്ല ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. ഹൾക്ക് ബോധരഹിതനായി നിലത്തേക്ക് വീഴാൻ പോകുമ്പോൾ ഗോഡ്സില്ല തന്റെ വാൽ ഉപയോഗിച്ച് തന്റെ പുറത്ത് തറച്ചിരിക്കുന്ന ഹൾക്കിന്റെ ആക്സ് തട്ടിത്തെറിപ്പിക്കുന്നു. അതെ, ഹൾക്കിനെ പരാജയപ്പെടുത്തി ഗോഡ്സില്ല വിജയിച്ചിരിക്കുന്നു. വിജയിച്ചു നിൽക്കുന്ന ഗോഡ്സിലെ മറ്റൊരാൾ വെല്ലുവിളിക്കുന്നു. ചത്തു പൊങ്ങിക്കിടക്കുന്ന അറ്റ്ലാന്റിയൻസിന്റെ ഇടയിൽ നിന്ന് നെമോർ ദ സബ്മറൈനർ, ഹൊറർ ഓഫ് ദ ഡീപ്പ് എന്നറിയപ്പെടുന്ന എബീറയോടൊപ്പം ഉയർന്നു വന്നു. അറ്റ്ലാന്റിസിനെ മുച്ചൂട് മുടിച്ച ഗോഡ്സിലയോട് പ്രതികാരം ചെയ്യാനാണ് അറ്റ്ലാന്റിസിന്റെ രാജാവായ നെമോർ എത്തിയിരിക്കുന്നത്. എബീറയും നെമോറും ഒരുമിച്ച് ഒരേ സമയത്ത് ഗോഡ്സിലയെ ആക്രമിക്കുന്നു. ഗോഡ്സിലയും എബീറയും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് നെമോർ ഹൾക്കിനെയും എടുത്തുകൊണ്ട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകുന്നു. നെമോർ ഹൾക്കിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഹൾക്ക് ട്രാൻസ്ഫോം ചെയ്ത് ബ്രൂസ് ബാനർ ആയിട്ട് മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഗോഡ്സിലയും എബീറയും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുകയാണ്. എബീറ ഗോഡ്സിലയെ മലർത്തി അടിച്ചെങ്കിലും ഗോഡ്സില എബീറയുടെ ഷാർപ്പായിട്ടുള്ള ക്ലോസിൽ ഒരെണ്ണം കടിച്ചോടിക്കുന്നു. ഗോഡ്സിലയുടെ അറ്റോമിക് ബ്രത്തിൽ നിന്ന് ഒരുവിധം എബീറ ഒഴിഞ്ഞു മാറിയെങ്കിലും ഗോഡ്സിലയുടെ അപ്രതീക്ഷിതമായ വാല് കൊണ്ടുള്ള അടിയേറ്റ എബീറ ഉൾക്കടലിലേക്ക് തെറിച്ചു പോകുന്നു. അതെ, തന്റെ എതിരാളികളെ എല്ലാം തറ പറ്റിച്ചുകൊണ്ട് ഗോഡ്സില്ല വക്കാണ്ടയെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു. ഇതേ സമയത്ത് റൂബി കോഡ്സ് എന്ന ക്രിസ്റ്റൽസ് കൊണ്ടുണ്ടാക്കിയ റൂമിൽ ഗോഡ്സിലെ ആക്രമിക്കാൻ തന്റെ ഒപ്റ്റിക് ബ്ലാസ്റ്റ് പുറപ്പെടുവിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് സൈക്ലോപ്സ്. പെട്ടെന്ന് തന്നെ ബ്ലാക്ക് പാന്തർ ഗോഡ്സിലെ ആക്രമിക്കാൻ ഉത്തരവിട്ടു. പിന്നീട് നമ്മൾ കാണുന്നത് ബ്ലാക്ക് പാന്തർ നിർമ്മിച്ച മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ മാർക്ക് എ എന്ന റോബോട്ട് സൈക്ലോപ്സിനെ പോലെ ഒപ്റ്റിക് ബ്ലാസ്റ്റ് പുറപ്പെടുവിച്ചും അതേ സമയത്ത് തന്നെ ഗോഡ്സിലയുടെ മുഖത്തിട്ട് ആഞ്ഞു ചവിട്ടിയും ആക്രമിക്കുന്നതാണ്. മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ മാർക്ക് എ വെറുതെ അങ്ങ് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്. എർത്തിലെ മൈറ്റിയസ്റ്റ് ഹീറോസ് എല്ലാവരും ഒത്തുചേർന്നാണ് മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ മാർക്ക് എയെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ഗോഡ്സില്ല ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെ 4ാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ മാർക്ക് എയുടെ കാലുകളെ പ്രവർത്തിപ്പിക്കുന്നത് ക്യുക്ക് സിൽവറും സ്പീഡും ഹ്യൂമൻ ടോർച്ചും സ്റ്റോമുമാണ്. ഹൃദയഭാഗത്തായിട്ട് ബ്ലാക്ക് പാന്തറും കൈകളെ നിയന്ത്രിക്കുന്നത് സ്പൈഡർമാനും മൈൽസ് മൊറാലസും തോറും അയൺമാനും മാജിക്കും വാർ മെഷീനും തലയെ നിയന്ത്രിക്കുന്നത് സൈക്ലോപ്സും ഡോക്ടർ സ്ട്രേഞ്ചുമാണ്. വളരെ ഇംപ്രസീവായ ഇടപെടലാണ് ഗോഡ്സിലയ്ക്കെതിരെ ബ്ലാക്ക് പാന്തർ നടത്താൻ പോകുന്നത്. മാർവൽ യൂണിവേഴ്സിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് ഗോഡ്സിലയെ തടയാൻ മെക്ക അഡാപ്റ്റോയിഡ് സെന്റൂറിയൻ മാർക്ക് എ എന്ന റോബോട്ടിന് സാധിക്കുമോ? എല്ലാം അടുത്ത ഇഷ്യൂവിൽ കണ്ടു തന്നെ അറിയാം. അപ്പൊ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.